നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു കുറവുണ്ടാകാതെ ശ്രദ്ധിക്കണം. എന്താ ദേവിക തയ്യാറല്ലേ? ഞാൻ നോക്കിക്കോളാം മാഡം. ഇത് മാത്രല്ല, സിദ്ധുവിന്റെ ഭാര്യയായി കഴിഞ്ഞ ഈ സ്കൂളിന്റെ മുഴുവൻ മേൽനോട്ടവും ദേവിക. അതെ, ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? കല്യാണം അടുത്തു വരിക. സിദ്ധുവിന്റെ കല്യാണം പൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാ ജാനകി എടുത്തി. സ്കൂളിൽ വലിയ വിരുന്നല്ലേ നടത്താൻ പോന്നെ. ഹരിയേട്ടന് ഇതൊന്നും അറിയുന്നില്ലേ? നീ എന്താ വിചാരിച്ചത്? ഞാനിവിടെ ചുമ്മാ ഇരിക്കുകയാണെന്നോ? കല്യാണം മുടക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കല്യാണം ഞാൻ മുടക്കാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് മുടക്കിയല്ലേ മതിയാവൂ. ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും അകത്താവും. കല്യാണം എങ്ങനെ മുടക്കുമെന്നാ? അതിനുള്ള വഴി വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? ഒരു പദ്ധതി ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അത് നീ വേണം നടപ്പിലാക്കാൻ. ഞാനോ? എന്താ പദ്ധതി? അത് പറയ്. ആ പ്ലാനാണ് നീ ചെയ്യേണ്ടത്. മനസ്സിലായോ? എങ്ങനെയുണ്ട് പ്ലാൻ? കൊള്ളാം. ആ, ബാക്കിയെല്ലാം നിന്റെ മിടുക്ക്. ഇത് ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് രാധികെ. മാഡം വന്നിട്ട് കുറച്ചു നേരമായോ? ആ, കുറച്ച് സമയമായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. പറഞ്ഞ സമയമായിട്ട് രാധികയെ കാണാത്തപ്പോ രാധിക ഇനി വരില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മായ മാഡത്തിനെ പറ്റിക്കോ? എനിക്ക് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ആളല്ലേ മാഡം. മാഡം കാണണമെന്ന് പറയുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അല്ല മാഡം, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? എനിക്ക് രാധികയുടെ ഒരു സഹായം വേണം. എന്റെ സഹായോ? എന്റെ എന്ത് സഹായമാണ് മാഡത്തിന് വേണ്ടത്? രാധികെ, സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോകുന്ന വിവരം രാധിക അറിഞ്ഞു കാണുമല്ലോ. അതല്ലേ ഇപ്പൊ നമ്മുടെ ഈ സ്കൂളിലെ സംസാര വിഷയം. എന്നാലും അപാര ഭാഗ്യമുള്ളവള് തന്നെയാണ് ദേവിക ടീച്ചർ. എന്നാൽ ആ ഭാഗ്യം തിരുത്തി കുറിക്കണം. മനസ്സിലായില്ല? ദേവികയും സിദ്ധുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. അത് എങ്ങനെയെങ്കിലും മുടക്കണം. അല്ല, അതെന്തിനാണ് മേഡം അങ്ങനെ ചെയ്യുന്നത്? എന്തിനാ കല്യാണം മുടക്കുന്നത്? സിദ്ധുവിന്റെ നന്മയ്ക്ക് വേണ്ടി, അവന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഈ കല്യാണം മുടക്കിയേ തീരും. ദേവിക എന്തിനാ സിദ്ധുവായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായത്? അവനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അതോ പൊന്നാരം തോട്ടത്തുകാരോടുള്ള സ്നേഹം കൊണ്ടാണോ? അതൊന്നുമല്ല. അവളുടെ നോട്ടം പൊന്നാരം തോട്ടത്തുകാരുടെ സ്വത്തിലും പണത്തിലുമാണ്. പണക്കതി കൊണ്ടാണ് സിദ്ധുവിന്റെ ഭാര്യയായി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരാൻ അവൾ തയ്യാറാവുന്നത്. അല്ലെന്ന് രാധിക ടീച്ചറിന് പറയാൻ പറ്റുമോ? എനിക്കല്ലെങ്കിലും ദേവികയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും ഇല്ല മേഡം. ഞാനും അവളും തമ്മിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെയാ. അതെനിക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ രാധിക ടീച്ചറിന്റെ സഹായം തേടാൻ തീരുമാനിച്ചത്. രാധികെ,
സ്വത്തിനോട് ആർത്തിമൂത്ത ദേവികയുമായുള്ള ബന്ധം സിദ്ധുവിന് ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ട. സിദ്ധുവിന് നമ്മുടെ കുടുംബത്തിന് വേണ്ടേ? സിദ്ധുവിന്റെ അസുഖമൊക്കെ മാറും. കുറച്ചു ദിവസം കഴിയുമ്പോ അവന് നമുക്ക് നമ്മുടെ പഴയ സിദ്ധുവായിട്ട് തന്നെ കിട്ടും. അപ്പൊ അവന്റെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത നല്ലൊരു പെൺകുട്ടിയുടെ ആലോചന തന്നെ വരും. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ ജാനകി ഏട്ടത്തിക്ക് ക്ഷമയില്ല. എത്ര പറഞ്ഞിട്ടും അവരുടെ തലയെ കേറുന്നുമില്ല. ജാനകി ഏട്ടത്തെ പോലെ സിദ്ധുവിന്റെ ഭാവി എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതാൻ എനിക്കാവില്ല. സിദ്ധുവിനെ ഞാൻ എന്റെ അഭിമാനം പോലെയാ കാണുന്നത്. അതുകൊണ്ട് ഒരു ചെറിയമ്മ എന്ന നിലയിൽ സിദ്ധുവിനെ എനിക്ക് രക്ഷിച്ചേ മതിയാവൂ. അല്ല മേഡം, അഭിഷേകും ദേവികയുടെ ഫാമിലിയിൽ നിന്ന് തന്നെയല്ലേ വിവാഹം ചെയ്യുന്നത്? അപ്പോ മേഡത്തിന് എതിർപ്പൊന്നുമില്ലേ? രാധികെ, അഭിഷേകിന് പോലെയാണോ സിദ്ധു? അഭിഷേകിന് കള്ളവും ചതിയും കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ട്. സിദ്ധുവിന് അതുണ്ടോ? അവന് കൊച്ചുകുട്ടികളുടെ മനസ്സല്ലേ. അവൻ പെട്ടെന്ന് ചതിയിൽപ്പെടും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ദേവികയും സിദ്ധുവായിട്ടുള്ള വിവാഹം തടസ്സപ്പെടുത്താൻ ഞാൻ ഒരുങ്ങുന്നത്. അതിന് എനിക്ക് രാധികയുടെ സഹായം വേണം. അല്ല മേഡം, ഞാൻ എന്താ വേണ്ടത്? പറയാം. ദേവികെ, കുട്ടികൾക്ക് കൊടുക്കുന്ന വിരുന്നിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ മറ്റാരെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല. അറിയാലോ മറ്റു ടീച്ചർമാരുടെ ഉത്തരവാദിത്വ ബോധം. ആ ചുമതല ഞാൻ ദേവികയെ ഏൽപ്പിക്കുക. അയ്യോ മാഡം, അത് എന്താ ദേവിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതല്ല മാഡം. ദേവിക മുന്നിൽ നിന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നിൽ നിന്ന് നോക്കിക്കോളാം. പ്രോഗ്രാം ഭംഗിയാക്കണം. ഒന്നിനും ഒരു കുറവുണ്ടാകാതെ ശ്രദ്ധിക്കണം. എന്താ ദേവിക തയ്യാറല്ലേ? ഞാൻ നോക്കിക്കോളാം മാഡം. ഇത് മാത്രല്ല, സിദ്ധുവിന്റെ ഭാര്യയായി കഴിഞ്ഞ ഈ സ്കൂളിന്റെ മുഴുവൻ മേൽനോട്ടവും ദേവിക. അതൊക്കെ വേണോ മാഡം? ഞാൻ വീണ്ടും ഒരു ടീച്ചറായി തുടരുന്നതല്ലേ നല്ലത്. അതാ എനിക്കും ഇഷ്ടം. ടീച്ചറായി തുടരുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ സ്കൂളിന്റെ നടത്തിപ്പ് ദേവിക തന്നെ നോക്കി നടത്തണം. ആക്ച്വലി എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല മാഡം. ഇങ്ങനെയൊക്കെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നേ. ഈ സ്കൂളിന്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കാൻ ദേവികയ്ക്ക് സാധിക്കും. അതിനുള്ള കഴിവ് ദേവികയ്ക്കുണ്ട്. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ. തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ ആവരുത്. ഇപ്പോ വിരുന്നിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ആദ്യം അതിന് എന്തൊക്കെ വേണ്ടെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കിക്കോ. ശരി മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.